الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله
الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين गुज़श्ता खुतबे में इस्लाह अमाल या तरबियत के हवाले से मुरब्बियान കഴിഞ്ഞ ഖുത്ബയിൽ जिंदगी शामिल है। കർമ്മ സംസ്കരണത്തെക്കുറിച്ചും തർബിയത്തിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് कि किस तरह उन्हें മുറബ്ബിമാരുടെയും വഖഫെ ജിന്ദഗികളുടെയും അമീർമാരുടെയും ഭാരവാഹികളുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. अदा करना चाहिए और കർമ്മ സംസ്കരണത്തിനുള്ള തടസ്സങ്ങളെ നീക്കുന്നതിനായി അവർ തങ്ങളുടെ പങ്ക് എങ്ങനെ നിറവേറ്റണം എന്ന് വിവരിക്കുകയുണ്ടായി. इसमें ऊपर लागू करके ഇതിന് ഏതെല്ലാം കാര്യങ്ങളാണ് ആവശ്യമുള്ളതെന്നും അവ മുറബ്ബിമാരും ഭാരവാഹികളും തങ്ങളിൽ സ്വാംശീകരിച്ചുകൊണ്ട് कि वो उलमा എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ജമാഅത്തങ്ങളോട് പറയുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുമാണ്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്ന പണ്ഡിതരും और सहाबा से ഉപദേശകരും पाने वाले भी शामिल थे। ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളും और ईमान സഹാബാക്കളിൽ നിന്ന് का मयार ശിക്ഷണം കരസ്ഥമാക്കിയവരും ആയിരുന്നു. बहुत आला था। उनकी कमी അള്ളാഹുമായുള്ള അവരുടെ ബന്ധവും ഈമാനിന്റെയും ദൃഢജ്ഞാനത്തിന്റെയും പദവിയും തീർച്ചയായും ഉന്നതമായിരുന്നു. मुस्लिम ഇതിലൊന്നും അവർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. के तरजीहात അവരിലുണ്ടായിരുന്ന കുറവിനെക്കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് मसाइल पर അവരുടെ താൽപര്യത്തിലുള്ള വിഷയത്തിൽ इसी तरह अमली इस्लाह മാറ്റം വരുത്തുകയാണ് വേണ്ടത് എന്നതാണ്. इस्लाम के നമ്മുടെ വിശ്വാസപരമായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ ശക്തി ചെലുത്തുന്നത് പോലെ തന്നെ കർമ്മ സംസ്കരണത്തിന്റെ കാര്യത്തിലും അവർ ശക്തി ചെലുത്തേണ്ടതാണ്. हवाले से ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടയാളങ്ങളും അള്ളാഹുമായിട്ടുള്ള തങ്ങളുടെ ബന്ധവും अफराद जमात ഖിലാഫത്തിനോടുള്ള അനുസരണവും നിസാമിനെ അനുസരിക്കേണ്ടതിനെ കുറിച്ചുമെല്ലാം ജമാഅത്തങ്ങളെ തർബിയത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. तैयार नहीं है। എന്നാൽ ഇക്കാലത്ത് നാം കാണുന്നത് जब मैं कहता हूँ कि मुरब्बियान और നാം ആ സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിട്ടില്ല എന്നതാണ്. जमात को बताएं അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുറബ്ബിമാരും ഭാരവാഹികളും अपने पर ഇவ்வித കാര്യങ്ങൾ തങ്ങളിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് ജമാഅത്തംഗങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക. बहुत जरूरत है। അങ്ങനെയാണെങ്കിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നതായിത്തീരുന്നതാണ്. തങ്ങളിൽ ഇത് നടപ്പിൽ വരുത്തുക എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും തങ്ങളുടെ മാതൃക സ്ഥാപിച്ചു കാണിക്കുകയും ചെയ്യുക എന്നത് വളരെ ആവശ്യമുള്ളതാണ്. അപ്പോഴായിരിക്കും ഇസ്ലാഹി കാര്യങ്ങൾ ശരിയായ രീതിയിൽ സ്വാധീനിക്കപ്പെടുക. കഴിഞ്ഞ ഖുത്ബയിൽ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുവാനും അറിവില്ലായ്മയെ അകറ്റാനും വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരുന്നത്. इतना बढ़ाया जा सकता है। इस बारे പ്രവർത്തനപരമായ ബലഹീനത അകറ്റാനുള്ള മാർഗത്തെക്കുറിച്ചും में जैसा कि കർമ്മശക്തിയെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും बैरूनी इलाज എന്ന മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. हैं कि ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുക. കഴിഞ്ഞ ഖുത്ബകളിൽ
ഇത് സംബന്ധമായി പറഞ്ഞിരുന്നത് ये सहारा പുറമേ നിന്നുള്ള ചികിത്സയും സഹായവും ഇതിനാവശ്യമാണെന്നാണ്. മറ്റുള്ളവരുടെ പിന്തുണ ഇതിന് ആവശ്യമാണെന്ന് പറയാം. और കർമ്മ സംസ്കരണത്തിനായി ഈ പിന്തുണ 2 തരത്തിലാണ് വേണ്ടത്. അതല്ലെങ്കിൽ 2 രീതിയിലുള്ള പിന്തുണ നമുക്ക് വേണമെന്ന് പറയാം. ഒന്ന് മേൽനോട്ടം അഥവാ നിരീക്ഷണം, മറ്റൊന്ന് ബലാത്കാരം. अमल മേൽനോട്ടം കൊണ്ടുദ്ദേശിക്കുന്നത് സ്ഥിരമായി നാം നമ്മുടെ നിരീക്ഷണത്തിൽ വെക്കുക എന്നതാണ്. തെറ്റായ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. में ഇങ്ങനെയുള്ള മേൽനോട്ടം करते हैं, ഭൗതിക കാര്യങ്ങളിലും നടക്കാറുണ്ട്. स्कूलों में വീടുകളിൽ बाद കുട്ടികളെ മാതാപിതാക്കൾ നിരീക്ഷിക്കുന്നു. निगरानी का किरदार अदा कर रहे हैं। സ്കൂളുകളിൽ അധ്യാപകർ बाज दफा പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ നിരീക്ഷിക്കാറുണ്ട്. और ये बता देते हैं ചിലപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്താറുണ്ട്. लोगों पर നിങ്ങൾ मुस्तकिल कैमरा നിരീക്ഷണത്തിലാണെന്ന് പറയുകയും ചെയ്യാറുണ്ട്. ये निगरानी का एक अमल है। റോഡുകളിൽ जो बच्चे ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ज्यादती സ്ഥിരമായി ക്യാമറകൾ സ്ഥാപിക്കുകയും അതിനോടൊപ്പം दी जाती है, ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ ബോർഡുകളും ഉണ്ടാകാറുണ്ട്. अगर ഇതും നിരീക്ഷണത്തിന്റെ ഒരു മാർഗമാണ്. മാതാപിതാക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്ന കുട്ടികളുടെ इदारा जो है वो कहता है कि हम बच्चे ले जाएं, മാതാപിതാക്കൾക്ക് ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുകയാണെന്ന് താക്കീതും നൽകപ്പെടാറുണ്ട്. तो ये കുട്ടികളെ കൂടുതൽ ശല്യം ചെയ്യുകയാണെങ്കിൽ ശിശുക്ഷേമ വകുപ്പില് കുട്ടികളെ കൊണ്ടുപോകുന്നതാണെന്ന് പറയും. വികസിത രാജ്യങ്ങളിൽ और माँ बाप ഇത് പൊതുവിൽ കണ്ടുവരുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ जायज അനുവദനീയമല്ലാത്ത രീതിയിൽ കുട്ടികളുടെ മേൽനോട്ടം ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. ഇത് കാരണം മാതാപിതാക്കൾ കുട്ടികളെ ഭയന്നും ഈ വിഭാഗത്തെ ഭയന്നും बिगड़ जाते കുട്ടികളിൽ ആവശ്യത്തിനുള്ള നിയന്ത്രണം പോലും ഏർപ്പെടുത്തുന്നില്ല. അത് കാരണം കുട്ടികൾ नुकसान का ചിലപ്പോൾ ചീത്തയായിത്തീരുന്നു. फिर ഏതായിരുന്നാലും ഭൗതിക കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള മേൽനോട്ടം ചില സന്ദർഭങ്ങളിൽ മോശമായ പ്രതികരണം ഉണ്ടാക്കുന്നു. ഭാര്യാഭർത്ത ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകുന്നത് കാരണം के അവരും നിരീക്ഷിക്കപ്പെടുന്നു, തൊഴിലാളികളെ നിരീക്ഷിക്കുന്നു. ഈ നിരീക്ഷണങ്ങളുടെ എല്ലാം ഉദ്ദേശ്യം इसका मकसद ये होता है कि इस्लाह हो। तो बहरहाल കുഴപ്പമുണ്ടാകുമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവരെ തടയുക എന്നതാണ്. शरीय के कानून ഈ മേൽനോട്ടങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹ് നടക്കണം എന്നതാണ്. और ये निगरानी अमली इस्लाह के लिए ഏതായിരുന്നാലും മേൽനോട്ടം, നിരീക്ഷണം എന്നത് अमली സംസ്കരണത്തിന്റെ ഒരു ഭാഗമായാണ് എല്ലാ സമൂഹത്തിലും അംഗീകരിക്കപ്പെടുന്നത്. കർമ്മ സംസ്കരണത്തിന് ഇങ്ങനെ മേൽനോട്ടം വഹിക്കണമെന്ന് മതവും നമ്മോട് പറയുന്നു. और बहुत से गलत कामों से इंसान इस वजह से बच रहा होता है कि मुआशरा उसकी निगरानी कर रहा है। പല തെറ്റായ പ്രവർത്തികളിൽ നിന്നും ഇത് കാരണം മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. मुरब्बियान का സമൂഹവും മാതാപിതാക്കളും करना अपने दायरे में അവരുടെ പരിധിയിൽ നമ്മെ और बाकी निजाम को भी നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത അവർക്കുണ്ടാകും. മുബല്ലിഗുമാർ അവരുടെ പരിധിയിൽ മേൽനോട്ടം വഹിക്കുക എന്നത് അവരുടെ ജോലിയാണ്. जब इस्लाम की നിസാമും അവരവരുടെ പരിധിയിൽ सामने हो മേൽനോട്ടം വഹിക്കേണ്ടതാണ്. कि हर निगरान अपनी निगरानी के बारे में पूछा जाएगा, ഓരോ മേൽനോട്ടക്കാരനും उनकी इस्लाह हो रही होगी, അവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണെന്ന് निगरानों की भी इस्लाह हो रही होगी। ഇസ്ലാമിന്റെ അധ്യാപനം മുമ്പിൽ വെക്കുകയാണെങ്കിൽ अमली इस्लाह മേൽനോട്ടം വഹിക്കപ്പെടുന്നവരുടെ ഇസ്ലാഹ് മാത്രമല്ല നടക്കുക, മേൽനോട്ടക്കാരുടെ സംസ്കരണവും നടക്കുന്നതാണ്. ഏതായിരുന്നാലും കർമ്മ സംസ്കരണത്തിന് यहाँ किसी മേൽനോട്ടം എന്നത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. के एक तरफ तो हम कहते हैं, ഇസ്ലാഹിന് വേണ്ടി അനിവാര്യമായിട്ടുള്ള രണ്ടാമത്തെ സംഗതി ബലപ്രയോഗമാണ്. दूसरी तरफ മതകാര്യങ്ങളിൽ इस्लाह के लिए ബലാത്കാരമില്ലെന്ന് നാം പറയാറില്ലേ? പിന്നെ എന്തുകൊണ്ട് पसवाद കർമ്മ സംസ്കരണത്തിന് വേണ്ടി जबर ബലപ്രയോഗം നടത്തണം करने എന്ന് दीन छोड़ने के मामले പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. हर एक आजाद है जिस ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്
മതം സ്വീകരിക്കാനും മതം ഉപേക്ഷിക്കാനും ബലപ്രയോഗമില്ല എന്നതാണ് അതിന്റെ അർത്ഥം. वाज़ेह तौर पर ഏത് മതം സ്വീകരിക്കാനും ഏത് മതം ഉപേക്ഷിക്കാനും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ये है ഇസ്ലാം कि दीन की तरफ मंसूब होकर ഈ ഒരു സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി നൽകുന്നുണ്ട്. तोड़ना ഇവിടെ अपने आप को ബലാത്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന മതവിശ്വാസവുമായി निजाम के कवायद को तोड़ना, താൻ ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നിയമങ്ങളെ ലംഘിക്കുകയും അത് പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു ഭാഗത്ത് ഞങ്ങൾ ജമാഅത്തിന്റെ നിസാമിന്റെ ഭാഗമാണെന്ന് പറയുക, മറുഭാഗത്ത് നിസാമിന്റെ നിയമങ്ങളെ ലംഘിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവിടെ ബലം പ്രയോഗിക്കേണ്ടതായി വരും. ഇവിടെ ബലപ്രയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: നിസാമിന്റെ ഭാഗമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അധ്യാപനമനുസരിച്ചും ജീവിക്കേണ്ടതായി വരും. അതല്ലെങ്കിൽ ശിക്ഷ ലഭിച്ചേക്കാം, പിഴ ചുമത്തിയേക്കാം, ചില വിലക്കുകൾ ഏർപ്പെടുത്തിയേക്കാം. ഇതിന്റെ എല്ലാം ഉദ്ദേശ്യം ഇസ്ലാഹ് വരുത്തുക എന്നതാണ്. അങ്ങനെ പ്രവർത്തന വൈകല്യത്തെ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. ജമാഅത്തിലും നിസാമെ ജമാഅത്ത് ശിക്ഷ നൽകുമ്പോൾ किसी को बिला वजह അതിന്റെ ലക്ഷ്യം തന്നെ ഇസ്ലാഹ് വരുത്തുക എന്നതാണ്. ये जबर हुकूमती को ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ വെറുതെ പ്രയാസപ്പെടുത്തുകയോ എന്നുള്ളതല്ല. जेलों में भी डाला जाता है, ഈ ബലപ്രയോഗം भी होते ഗവൺമെന്റ് നിയമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെയും ശിക്ഷ ലഭിക്കാറുണ്ട്. ജയിലുകളിൽ ഇടുന്നു, अमन रहे പിഴ അടയ്ക്കേണ്ടതായും വരുന്നു, जाने वाले ചിലപ്പോൾ വധിക്കപ്പെടുകയും ചെയ്യുന്നു. नुकसान ഇതിന്റെ എല്ലാം ഉദ്ദേശ്യം സമൂഹത്തിൽ സമാധാനം നിലനിർത്തണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കരുത്. लेकिन इस सजा ചില സന്ദർഭങ്ങളിൽ इस्लाह करने की തനിക്ക് തന്നെ നഷ്ടം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനും ശിക്ഷ ലഭിക്കാറുണ്ട്. की जाती है। എന്നാൽ ഈ ശിക്ഷാ നടപടികൾ നൽകുമ്പോഴും कातिल ने അവരെ നന്നാക്കുവാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു. खुली छुट्टी ആരെയെങ്കിലും തൂക്കിലേറ്റുകയാണെങ്കിൽ തന്നെ ഈ ബലപ്രയോഗം നടത്തുന്നത് ഈ കൊലയാളി ഒരു ജീവനെ നശിപ്പിക്കുകയുണ്ടായി. കൊലയാളികൾക്ക് തുറന്ന അനുവാദം നൽകുകയാണെങ്കിൽ സമൂഹത്തിലെ സമാധാനം നശിക്കുന്നതാണ്. പല കൊലയാളികളും പിന്നീട് ഉണ്ടായിത്തീരുന്നതാണ്. അതിനാൽ വധത്തിന് ശിക്ഷ വധം തന്നെ നൽകുമ്പോൾ മറ്റുള്ളവരെ കൊല്ലണം എന്ന ചിന്ത വെച്ച് നടക്കുന്നവർക്കും ये जबर അതേപോലെ കൊലയാളികൾക്കും ഇതൊരു താക്കീതായിത്തീരുന്നതാണ്. ചുരുക്കത്തിൽ दुनियादार ഈ ബലപ്രയോഗം എന്നത് ഇസ്ലാഹിന്റെ ഒരു ഭാഗമാണ്. ഇത് ലോകത്ത് നടന്നുവരുന്ന ഒന്നാണ്. जबर से ഭൗതികമായ ईमान का कोई ताल्लुक ശിക്ഷകൾക്ക് അവരുടെ ഫലപ്രയോഗത്തിന് मंसूब होने वाले और जब जबर किया जाता है വിശ്വാസവുമായി ബന്ധമില്ല. दीनी निजाम के तहत എന്നാൽ മതവുമായ ബന്ധപ്പെട്ടവർ ബലപ്രയോഗം നടത്തുമ്പോൾ किसी भी किस्म की सजा हो ദീനി സംവിധാനത്തിന്റെ കീഴിൽ അവർക്ക് ശിക്ഷ നൽകുമ്പോൾ या बाज पाबंदियां आयद कर दी जाती हैं, जमात में बाज दफा बाज അത് चंदे लेने പിഴ പോലുള്ള ഏത് രീതിയിലുള്ള ശിക്ഷയാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയാണെങ്കിലും ജമാഅത്ത് ചിലപ്പോൾ ചന്ത വാങ്ങരുതെന്ന് പറയാറുണ്ട്. लेकिन साथ ही जब वो बातें या अमाल ഇതെല്ലാം തന്നെ साले अमाल ബലപ്രയോഗത്തിലൂടെ അവരെ തടയുന്നുണ്ടെങ്കിലും അതോടൊപ്പം और कोई അവർ ये कर रहा हो സൽപ്രവർത്തികൾ सजा से बच जाऊं, ചെയ്യുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയും ചെയ്യുന്നു. नाराजगी से बच जाऊं या अल्लाह ताला ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെന്നും तो आहिस्ता आहिस्ता दिल में ईमान കാലത്തിന്റെ ഖലീഫയുടെ കോപത്തിൽ നിന്നും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നും ചിന്തയോടുകൂടി സൽപ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിത്തീരുകയും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. याद रखना चाहिए അവർ തിന്മകൾ ഉപേക്ഷിച്ച് സസന്തോഷം നന്മകൾ ചെയ്യുന്നവരായി മാറുന്നു. डालने के लिए मुख्तलिफ ज़राए इस्तेमाल करने पड़ते അതിനാൽ എപ്പോഴും ഓർക്കേണ്ടത് हैं। बगैर इन ज़राए സൽപ്രവർത്തികൾ ചെയ്യുന്ന ശീലം अमाल में ഉണ്ടാക്കുന്നതിനായി വിവിധ മാർഗങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ज़राए का इस्तेमाल ഈ മാർഗങ്ങൾ സ്വീകരിക്കാതെ കർമ്മ സംസ്കരണത്തിൽ വിജയം വരിക്കാൻ കഴിയുകയില്ല. पैदा करना അതിനാൽ ഈ മാർഗങ്ങളെ तो गुज़श्ता खुतबे में जिक्र हो गया था। ഉപയോഗിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. करना ഈമാനിനെ ഉണ്ടാക്കുക, इनका भी मैंने യഥാർത്ഥ അറിവുണ്ടാക്കുക, ഇവ രണ്ടും കഴിഞ്ഞ ഖുത്ബയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മേൽനോട്ടം വഹിക്കുക, चार चीजें हैं ബലപ്രയോഗം നടത്തുക, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിവരിക്കുകയുണ്ടായി.
जब हम ഈ 4 കാര്യങ്ങളില്ലാതെ ഇസ്ലാഹ് നടത്താൻ पता चलता है നമുക്ക് കഴിയുകയില്ല. നാം കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ ലോകത്ത് कि दुनिया में एक तबका ऐसा है जो ईमानी कुव्वत अपने अंदर नहीं रखता, यानी वो ലോകത്ത് വിവിധ തരം ആളുകളുണ്ടെന്ന് अमल के लिए മനസ്സിലാകുന്നതാണ്. एक इंसान ഒരു വിഭാഗം ഈമാനിക ശക്തി ഇല്ലാത്തവരായിരിക്കും. കർമ്മ സംസ്കരണത്തിനായി വേണ്ടത്ര വിശ്വാസദാർഢ്യം അവരിൽ ഉണ്ടാകില്ല. हो जाते हैं। അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ एक तबका ऐसा വിശ്വാസശക്തി നിറച്ചുകൊടുത്താൽ അവരുടെ പ്രവർത്തനം ശരിയായിത്തീരുന്നതാണ്. का शिकार होता है മറ്റൊരു വിഭാഗം അറിവില്ലാത്തത് കാരണം और एक तबका जो नेक തിന്മയിൽ അകപ്പെടുന്നവരാണ്. അതിന് അവർക്ക് ശരിയായ അറിവ് നൽകേണ്ടിയിരിക്കുന്നു. ഒരു വിഭാഗം സൽപ്രവർത്തികൾ ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ടുള്ളവരാണ്. मदद दरूनी ഈ രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ആവശ്യങ്ങൾ 2 രീതിയിൽ നമുക്ക് നിറവേറ്റാൻ സാധിക്കും. पत्तियां छूट जाती हैं। അവരെ 2 രീതിയിൽ പുറമേ നിന്ന് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. जो बिल्कुल ഒന്ന്, അവരെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം ഞാൻ നേരത്തെ നൽകിക്കഴിഞ്ഞതാണ്. बस इन चारों നാം നിരീക്ഷണത്തിൽ വെക്കുകയാണെങ്കിൽ करना जरूरी है। തിന്മകൾ ഉപേക്ഷിക്കുന്നതാണ്. का इलाज നന്മ ചെയ്യാൻ അവർക്ക് പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. करना जरूरी എന്നാൽ പൂർണ്ണമായും അധപ്പതിച്ച സമൂഹമാണെങ്കിൽ, कि जिस നിരീക്ഷണം കൊണ്ട് കാര്യമില്ലെങ്കിൽ, के पास അവർക്ക് ശിക്ഷ हुकूमत हो, നൽകുന്നില്ലെങ്കിൽ അവരുടെ ഇസ്ലാഹ് സാധ്യമല്ല. चारों इलाज അതിനാൽ ഈ 4 മാർഗങ്ങളും ജമാഅത്തിന്റെ ഇസ്ലാഹിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായി അനിവാര്യമാണ്. जैसा कि गुज़श्ता ഓരോരുത്തർക്കും അവരവരുടെ രോഗമനുസരിച്ചാണ് ചികിത്സ നൽകേണ്ടത്. के तौर पर മതത്തിന്റെ പക്കൽ അധികാരമോ വാളോ ഇല്ലാത്ത കാലത്ത് ഈ 4 രീതിയിലുള്ള പ്രവർത്തനവും അനിവാര്യമായി വരുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ചികിത്സ എന്ന നിലയിൽ തർബിയത്ത് ചെയ്ത് ഈമാനിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടയാളങ്ങൾ, വഹയ്യുകൾ, उन्हें बताया അള്ളാഹുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹം മുഖേന അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിൽ ഉണ്ടായ ആത്മീയ വിപ്ലവം भी कहा था എന്നിവയെക്കുറിച്ച് പരാമർശിക്കുക. അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് എന്തെല്ലാമാണ് നേട്ടമുള്ളത് എന്ന് അവരോട് പറയുക. കഴിഞ്ഞ ഖുത്ബയിലും ഞാൻ പറഞ്ഞിരുന്നു, कि बहुत ज्यादा जरूरत ഷൈത്താൻ इस बारे में बताने की बहुत ज्यादा जरूरत है। ശക്തമായി തന്റെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഈ കാര്യങ്ങൾ വളരെ കൂടുതലായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. कि अल्लाह ताला की मोहब्बत ഈ കാര്യങ്ങൾ തുടർച്ചയായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. जब किस അള്ളാഹുവിനോടുള്ള സ്നേഹം के शामिल हाल होता है മനുഷ്യന് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം. तो किस तरह इम्तियाजी അള്ളാഹുവിന്റെ സ്നേഹം ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ अलैहिस्सलाम ने हमें इस बारे में किस तरह बताया। അള്ളാഹു അവരോട് എന്തുമാത്രം അതിശയകരമായ രീതിയിലാണ് പെരുമാറുന്നത്. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്? जो ആഫ്രിക്കക്കാരിൽ നിന്നും कुतुब पढ़कर അറബികളിൽ നിന്ന് കൂടുതലായും വരുന്ന നവ അഹമ്മദികൾ തങ്ങളുടെ സംഭവങ്ങൾ എഴുതി അറിയിക്കുന്നു. उनकी एतकादी ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ വായിച്ച് उनके इल्म में അവരിൽ മാറ്റങ്ങളുണ്ടായ കാര്യങ്ങൾ അവർ പറയുന്നു. नई राहें नजर അവരുടെ വിശ്വാസത്തിൽ लेकिन വർധനവുണ്ടായി എന്ന് പറയുന്നു. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് इस्लाम के അവരിലുണ്ടായ തെറ്റായ വിശ്വാസ ആദർശങ്ങൾ ശരിയാക്കുകയുണ്ടായി. आपकी അവരുടെ വിശ്വാസാദർശത്തിൽ വർധനവ് വരുത്തിക്കൊണ്ട് വിശ്വാസത്തിന്റെ പുതിയ മാർഗങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചു. എന്നാൽ और फिर ഈമാനിലുള്ള ദൃഢത കൈവരുന്നത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടും ആ മഹാത്മാവിന്റെ വഹീന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അദ്ദേഹത്തിനുണ്ടായ അള്ളാഹുമായുള്ള ബന്ധം കാരണമായുമാണ്. इस्लाम അള്ളാഹു അവർക്ക് ചില അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് തന്റെ സമീപത്തിന്റെ കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. जो ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടയാളങ്ങൾ, വഹ്യുകൾ, ഇൽഹാമുകൾ,
അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ अपने अंदाज में പ്രാധാന്യം, ഇവയെല്ലാം തന്നെ നമ്മുടെ शख्स जिंदा आसमान पर बैठे रहे हैं। ഹൃദയത്തിലും വിശ്വാസത്തിന്റെ കിരണങ്ങൾ പ്രക്ഷോഭിതമാക്കുന്നതാണ്. ഇവയെ വിവരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ശൈലിയിൽ ഇപ്രകാരം പറയുന്നു: ഹദ്റത്ത് ഈസാ അലൈഹിസ്സലാം ആകാശത്ത് ജീവനോടെ ഇരുന്നു കൊള്ളട്ടെ. അദ്ദേഹം ആകാശത്ത് ജീവനോടെ ഇരിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു മരിക്കുന്നതിനേക്കാളും വലിയ നഷ്ടമൊന്നും വരുത്തി വെക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈസാ നബിയുടെ മരണത്തിൽ കൂടുതൽ ഊന്നൽ നൽകുകയും അതോടൊപ്പം ജനമനസ്സുകളിൽ അള്ളാഹുവിനെ മരിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അവനെ ജീവിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എന്നെന്നും നിലനിൽക്കുന്നവനുമാണ്. എന്നാൽ ചില മനുഷ്യർക്ക് അവൻ മരിച്ചവനായിത്തീരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഒരു സംഭവം വിവരിക്കുന്നു. ഭോപ്പാൽ നിവാസിയായ ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ഒരു ഗുരുനാഥൻ ഒരിക്കൽ ഇപ്രകാരം സ്വപ്നം കാണുകയുണ്ടായി. ഭോപ്പാൽ ഇന്ത്യയിലെ ഒരു നഗരമാണ്. ഭോപ്പാലിന് പുറത്ത് ഒരു പാലമുണ്ട്. അവിടെ ഒരു കുഷ്ഠരോഗി കിടക്കുന്നു. അയാൾ കുഷ്ഠരോഗിയാണ്, അതോടൊപ്പം അന്ധനുമാണ്. മൂക്ക് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, വിരലുകൾ ജീർണിച്ചിരിക്കുന്നു, ശരീരം മൊത്തം പഴുത്തിരിക്കുന്നു, ഈച്ചകൾ അയാൾക്ക് ചുറ്റുമുണ്ട്. ഗുരുനാഥൻ പറയുന്നു, അയാളെ കണ്ടപ്പോൾ എനിക്ക് വളരെ വെറുപ്പ് തോന്നി. ഞാൻ ചോദിച്ചു, ബാബ നീ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ ദൈവമാകുന്നു. ഈ മറുപടി കേട്ടപ്പോൾ ഞാൻ പേടിച്ചു വിറച്ചു. ഞാൻ ചോദിച്ചു, നീ ദൈവമാണെന്നോ? ഇതുവരെയുള്ള പ്രവാചകന്മാരെല്ലാം ലോകത്തോട് പറഞ്ഞത് ദൈവം വളരെ സൗന്ദര്യമുള്ളവനാണെന്നാണ്. അവനേക്കാളും സൗന്ദര്യമുള്ള ഒന്നും ഇല്ല എന്നാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഈ രൂപത്തെയാണ് സ്നേഹിക്കുന്നത്. അയാൾ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ഞാൻ അവർ പറഞ്ഞ ശരിക്കുമുള്ള ദൈവമല്ല, ഞാൻ ഭോപ്പാലിലുള്ളവരുടെ ദൈവമാണ്. അഥവാ ഭോപ്പാലിലുള്ളവരുടെ ദൃഷ്ടിയിൽ അവർ എന്നെ കാണുന്നത് ഇவ்விதമാണ്. ജനമനസ്സുകളിൽ അള്ളാഹുവിന് ഒരു പ്രാധാന്യവുമില്ലാതായി പോയിരിക്കുന്നു. അള്ളാഹു ഒരിക്കലും മരിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും മനുഷ്യൻ അവനെ മറക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ മരിച്ചവനായിത്തീരുന്നു. യുവാക്കൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അള്ളാഹു ഈ രൂപം സ്വീകരിച്ചു എന്ന് ധരിക്കരുത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവസാനിച്ചു എന്ന് ധരിക്കരുത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഉപേക്ഷിച്ചവരുടെ രൂപമാണ് ഈ കാണിച്ചത്. കണ്ണാടിയിൽ നമുക്ക് നമ്മുടെ രൂപം കാണാൻ സാധിക്കുന്നത് പോലെ അവരുടെ യഥാർത്ഥ ചിത്രമാണ് ഈ ദർപ്പണത്തിലൂടെ അദ്ദേഹം കണ്ടത്. അവർ ആത്മീയമായി കുഷ്ഠരോഗം പിടിപെട്ടവരായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർ പിന്നീട് നശിപ്പിക്കപ്പെടുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു മരിച്ചുകൊണ്ട് നമ്മിൽ നിന്നും അകന്നുപോയിട്ടില്ല. അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അവൻ ഈ ലോകത്ത് വെച്ച് തന്നെ ചിലപ്പോൾ ശിക്ഷ നൽകാറുണ്ട്. അള്ളാഹു ഒരു ഭാഗത്ത് മാറിയിരിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നൽകുന്നു. അള്ളാഹു അങ്ങനെയുള്ളവരുടെ പര്യവസാനത്തെക്കുറിച്ച് പറഞ്ഞത് അവർ നരകത്തിൽ പതിക്കുമെന്നാണ്. അള്ളാഹുവിനെ ഉപേക്ഷിച്ചതുകൊണ്ടും അവന് ശക്തിയില്ലെന്ന് കരുതിയതുകൊണ്ടും ഒന്നും സംഭവിക്കില്ലെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു പ്രതികാരം ചെയ്യുന്നവനാണ്, ശിക്ഷ നൽകുന്നവനുമാണ്. അവന്റെ കോപം വർദ്ധിക്കുമ്പോൾ ആർക്കും അവന്റെ കോപത്തിനു മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തെ മറന്നതുകൊണ്ട് പ്രശ്നം ഒന്നും ഇല്ലെന്ന് ധരിക്കരുത്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമ്മുടെ ഉലമാക്കൾ ഹദ്റത്ത് ഈസയെ മരിപ്പിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ അള്ളാഹുവിനെ ജീവിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്.
അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ജ്ഞാനം അവർ ഉണ്ടാക്കുന്നില്ല. അള്ളാഹുവിനെ ജീവിപ്പിക്കാനും അവനുമായി ബന്ധം സ്ഥാപിക്കുന്നതിലുമാണ് നാം കൂടുതലായും നമ്മുടെ പരിശ്രമം വിനിയോഗിക്കേണ്ടത്. അള്ളാഹുമായി നമുക്ക് സജീവ ബന്ധമുണ്ടെങ്കിൽ ഈസാ നബിയെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുന്നവർ എത്ര ഒച്ച വെച്ചാലും നമ്മുടെ ഈമാനിന് ഒരിക്കലും ക്ഷതം സംഭവിക്കുകയില്ല. കാരണം അള്ളാഹു ഓരോ നിമിഷവും നമ്മെ സംരക്ഷിക്കുന്നതാണ്. ഈസാ നബിയുടെ മരണം, ഖത്തമുൻ നുബുവത്ത്, ഇതേപോലുള്ള നമ്മുടെ വിശ്വാസാദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുക എന്നത് നിർബന്ധം തന്നെയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിലയുറപ്പിക്കേണ്ടതും നിർബന്ധം തന്നെ. എന്നാൽ കർമ്മ സംസ്കരണത്തിനായി നമുക്ക് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ള അന്തരത്തെ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോട് പറയുന്നത് അത് പറയുമ്പോൾ അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുബല്ലിഗ്മാരും മുറബിമാരും തയ്യാറാക്കുന്ന ലോകത്തുള്ള നമ്മുടെ ജാമിയകളിൽ മുബല്ലിഗ് മുറബിമാർ ആയിത്തീരാൻ കൂടുതൽ യുവാക്കൾ പ്രവേശനം നേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വളരെ കൂടുതൽ കുട്ടികൾ ജാമിയയിൽ വരുന്നുണ്ട്. അതിൽ കൂടുതലും വഖഫേന കുട്ടികളാണ്. ചിലപ്പോൾ എണ്ണം കൂടുമ്പോൾ അതിന്റെ ഗുണനിലവാരത്തെ താഴ്ത്തിക്കളയാറുണ്ട്. ആത്മീയ ഉന്നതി കരസ്ഥമാക്കുന്ന അതിലുള്ള പരിശ്രമം ഇല്ലാത്തതുകൊണ്ടും ചില ദുശ്ശീലങ്ങൾ കാരണമായും മുറബിമാരുടെയും മുബല്ലിഗ്മാരുടെയും സ്ഥാനമാനം എത്ര ഉന്നതമായിരിക്കണം എന്നതിനെക്കുറിച്ച് ശരിയായ അറിവ് ഇല്ലാത്തത് കാരണവും ചില പ്രവർത്തികൾ കാരണം അങ്ങനെയുള്ള കുട്ടികളെ ജാമിയയിൽ നിന്നും പുറത്താക്കേണ്ടി വരുന്നു. ഇൻഷാ അല്ലാഹ് അഹമ്മദിയത്തിന്റെ വിജയത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി മുറബിമാരാകുന്നവരും മുബല്ലിഗ്മാരാകുന്നവരും തങ്ങളെ തയ്യാറാക്കേണ്ടതാണ്. അവരെ ഏൽപ്പിക്കാൻ പോകുന്നത് നിസ്സാര പ്രവൃത്തിയല്ല. ഇപ്പോഴേ അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിക്കുക, അതിന് മുമ്പത്തേക്കാൾ ഉപരി പരിശ്രമിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്ന അടയാളങ്ങൾ, അദ്ദേഹം വ്യക്തമാക്കി തന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ, അവയെല്ലാം മുമ്പിൽ വെക്കുക. പ്രശ്നങ്ങൾ പഠിക്കുന്നതിൽ മാത്രം തങ്ങളെ പരിമിതപ്പെടുത്താതിരിക്കുക. കാദിയാനിൽ നിന്നും ഒരു പണ്ഡിതൻ എനിക്ക് എഴുതുകയുണ്ടായി, മുമ്പ് എതിരാളികൾക്ക് മറുപടി പറയുന്ന പൊതുയോഗങ്ങൾ നടക്കാറുള്ളത് പോലെ ഇപ്പോൾ നടക്കുന്നില്ല ഇന്ത്യയിൽ. ആ യോഗങ്ങളിൽ ഞങ്ങൾ എതിരാളികൾക്ക് വായ അടപ്പൻ മറുപടി നൽകാറുണ്ടായിരുന്നു. അത് അവരെ ഒതുക്കിക്കളയുകയുണ്ടായി. ഈ പ്രവർത്തനം ശരിയാണ്, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എതിരാളികൾക്ക് മറുപടി നൽകേണ്ടതാണ്. അവരുടെ കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരിൽ തിരിച്ചുവിടേണ്ടതാണ്. എന്നാൽ ഇതിനേക്കാളും പ്രാധാന്യമായ മറ്റൊരു കാര്യം, നമ്മുടെ മുഅല്ലിമീങ്ങളും മുബല്ലിഗുമാരും മുറബിമാരും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ആത്മീയ അവസ്ഥയിലും ഉന്നതി പ്രാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും വ്യക്തിത്വം ഒരടയാളമായി തീരുവാൻ പരിശ്രമിക്കുക എന്നതാണ്. ഒരു അടയാളമായി തീരാൻ പരിശ്രമിക്കുകയും അതായി തീരുകയും ചെയ്യുക. ഈ മാതൃക കണ്ടുകൊണ്ട് ജനങ്ങൾ ജമാഅത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. ചിലർ മാതൃക കണ്ടുകൊണ്ട് പ്രവേശിക്കുന്നു. എന്നാൽ ഇവിടെ എനിക്ക് ദുഃഖത്തോടെ പറയേണ്ടി വരുന്നത്,
ഈ സ്ഥാനം ഇതേവരെ ലഭ്യമായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ കുറെ മുഅല്ലിമീങ്ങളെ പിരിച്ചുവിടേണ്ടി വന്നു. ചിലരെ ഭൗതികത കീഴ്പ്പെടുത്തിയതായി തോന്നിപ്പോകും. അതിനാൽ ഈ കത്തെഴുതിയ വ്യക്തിയും നമ്മിൽ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക, അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കുക. മുഅല്ലിമീങ്ങളും മുബല്ലിഗുമാരും ഹൃദയങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി എന്തുമാത്രം പരിശ്രമം നടത്തിയിട്ടുണ്ടെന്ന് നോക്കുക. വരണ്ട തെളിവുകൾ മുഖേന ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്നതിലും അനഹമ്മദി മൗലവിമാരെ ഓടിപ്പിക്കുന്നതിലും മാത്രം നമുക്ക് സന്തോഷം കണ്ടെത്തിയാൽ പോരാ. നമ്മുടെ പക്കലുള്ള അള്ളാഹുവിന്റെ സജീവമായ മുജ്സത്തുകളും അടയാളങ്ങളും മുഖേന ലോകത്തിന് ജീവനുള്ള അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കാണിച്ചു കൊടുക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ പ്രവർത്തനം മുഖേന ജനഹൃദയങ്ങളെ അംഗീകരിപ്പിക്കുക. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു ഉദാഹരണം ഇപ്രകാരം നൽകുന്നു. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരാൾ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെന്നതിന് തെളിവ് ചോദിക്കുകയും അതിന് മറുപടിയായി ഇത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കേണ്ടതെന്നും സയൻസ് ഇതാണ് പറയുന്നതെന്നും ഇത്ര സമയത്താണ് അസ്തമിക്കേണ്ടതെന്നും എന്നയാൾ ഇതാണ് പറഞ്ഞതെന്നുമുള്ള തെളിവുകളെല്ലാം നിരത്തുകയാണെങ്കിൽ ആ തെളിവുകൾ നൽകുന്നവൻ വിഡ്ഢിയായിരിക്കും. കാരണം അവൻ ഇങ്ങനെ തെളിവുകൾ നിരത്തേണ്ട ആവശ്യമില്ല. മറിച്ച് സൂര്യൻ ഉദിച്ചതിന് തെളിവ് ചോദിക്കുന്ന വ്യക്തിയുടെ താടിക്ക് താഴെ കൈവച്ചുകൊണ്ട് താടി പൊക്കിപ്പിടിച്ച് പറയുക, മുകളിലേക്ക് നോക്ക്, അതാ അവിടെ സൂര്യൻ. മറ്റു തെളിവുകൾ വിളമ്പേണ്ട ആവശ്യം ഇവിടെയില്ല. നിങ്ങളുടെ വിഡ്ഢിത്തപരമായ ചോദ്യത്തിന് ഇപ്പോഴുള്ള മറുപടി സൂര്യന്റെ അസ്തിത്വം തന്നെയാണ്. ഇപ്പോൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രകടമാണ്. അവൻ ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ട് തന്റെ എല്ലാ സിഫത്തുകളും മുഖേന ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അവൻ തന്റെ എല്ലാ സൗന്ദര്യങ്ങളും പ്രത്യക്ഷമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഉപദേശകന്മാർ ചെയ്യേണ്ടത് സൂര്യൻ ഉദിച്ചു എന്നതിന് തെളിവുകൾ നിരത്തി വിഡ്ഢികളാകുന്നതിന് പകരം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പ്രകടമായിക്കൊണ്ടിരിക്കുന്ന പുതിയ അടയാളങ്ങൾ മുഖേന അള്ളാഹു നമ്മോടൊപ്പമുണ്ടെന്ന അവന്റെ പ്രവർത്തന സാക്ഷ്യം മുഖേന ഈ സത്യം തെളിയിച്ചു കാട്ടുക. ഇതിനെല്ലാം വേണ്ടത് നമ്മുടെ അവസ്ഥ അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുഗുണമാക്കി മാറ്റണം എന്നുള്ളതാണ്. ജമാഅത്തിന്റെ പ്രവർത്തന ശക്തി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജമാഅത്തിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുമ്പാകെ ഈ കാര്യങ്ങൾ അടിക്കടി സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഏത് രീതിയിൽ അള്ളാഹുവിന്റെ പ്രഭാവം പ്രകടമായി, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിന്റെ സ്നേഹം ഏത് രീതിയിലാണ് ലഭിക്കുക എന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭൗതിക കാര്യങ്ങളിൽ അനുകരണശീലമുള്ള യുവാക്കൾ അള്ളാഹുവിലേക്ക് കുമ്പിടുന്നവരായി മാറുന്നതാണ്. അതിനുശേഷം കുറച്ച് മുറബിമാരോ പണ്ഡിതന്മാരോ മാത്രമായിരിക്കില്ല അനഹമ്മദികളെ പമ്പ കടത്തുന്നവർ. മറിച്ച് നമ്മുടെ യുവാക്കളും സ്ത്രീകൾ പുരുഷന്മാരും കുട്ടികളും സ്ഥാപിച്ചു കാണിക്കുന്ന മാതൃകകൾ ലോകത്തെ നമ്മിലേക്ക് ആകർഷിപ്പിക്കുന്നതാക്കി മാറ്റുന്നതാണ്. അതിനാൽ നമ്മുടെ കർമ്മ സംസ്കരണത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ് ഏറ്റവും ആദ്യം നാം ചെയ്യേണ്ടത്. തങ്ങളെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധിപ്പിക്കുക, ഖിലാഫത്തുമായി നമ്മെ ശരിക്കും ബന്ധിപ്പിക്കുക. ഇതാണ് ജമാഅത്തിന്റെ ശക്തിക്കും ആത്മീയ വളർച്ചയ്ക്കും കാരണമായി തീരുന്നത്. ഖിലാഫത്തിനെ തിരിച്ചറിയലും അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവും ജമാഅത്തിലും ഉണ്ടായിത്തീരേണ്ടതാണ്. അങ്ങനെ കാലത്തിന്റെ ഖലീഫയുടെ എല്ലാ തീരുമാനങ്ങളും സസന്തോഷം സ്വീകരിക്കുന്നവരായി അവർ മാറണം. ഹൃദയത്തിൽ അത് സ്വീകരിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകരുത്. ഏത് കാര്യം കേട്ടാലും ഒരുവിധ സങ്കോചവും പാടില്ല. ഖിലാഫത്തിനെ കുറിച്ചുള്ള ശരിയായ അറിവും ആത്മജ്ഞാനവും ഉണ്ടാക്കുക എന്നതും മുറബിമാരുടെ സുപ്രധാന പ്രവർത്തികളിൽ ഒന്നാണ്. അതേപോലെ ഭാരവാഹികളുടെയും പ്രവൃത്തിയാണ്.
फैसला किया അവരും ഇക്കാര്യത്തിൽ को इस तरह होना चाहिए था। ശ്രദ്ധിക്കേണ്ടതാണ്. ചില വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ചിലർ പറയുന്നു ഖലീഫ ഇന്ന തെറ്റായ പ്രവൃത്തി ചെയ്തു, തെറ്റായ തീരുമാനമെടുത്തു, തീരുമാനം ഇങ്ങനെയാണ് ആകേണ്ടിയിരുന്നത്. के बारे में ഖസായുടെ തീരുമാനത്തെയും ചിലർ വിമർശിക്കുന്നു. ഇന്ന വ്യക്തിയെ ഇന്ന കാര്യത്തിന് എന്തിനാണ് നിശ്ചയിച്ചത്, ഇന്ന വ്യക്തിയെ അല്ലേ നിശ്ചയിക്കേണ്ടിയിരുന്നത്, ഇന്ന വ്യക്തിയെക്കുറിച്ച് ഖലീഫക്ക് നല്ല അറിവാണ്, ഇന്ന വ്യക്തിയെക്കുറിച്ച് അറിവുണ്ടായിട്ടും പരിഗണിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവർ കുറച്ചു പേരായിരിക്കും ഉണ്ടാവുക. എന്നാലും അവർ സമൂഹാന്തരീക്ഷം ദുഷിപ്പിക്കുന്നു. മുറബിമാരും ഭാരവാഹികളും എല്ലാ തരത്തിലുമുള്ള ഭാരവാഹികളും, ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്തിലെയും ഘടകങ്ങളിലെയും ഭാരവാഹികൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ചില ഹൃദയങ്ങളിൽ സംശയം വരുന്നതിനെ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. മുറബിമാരുടെ പ്രത്യേക പ്രവൃത്തി തന്നെ ഇതാണ്. അവരോട് പറയുക, എല്ലാ അനുഗ്രഹങ്ങളും നിസാമുമായി ബന്ധം പുലർത്തുന്നതിലൂടെയാണ് ലഭിക്കുക. അള്ളാഹു ഏതെങ്കിലും സമൂഹത്തിൽ ശാപം ചൊരിയാൻ ആഗ്രഹിച്ചാൽ നിസാമിനെ സംവിധാനത്തെ എടുത്തു കളയുന്നു. ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായാൽ അബദ്ധം പിണയുന്നവർ അതിൽ നിന്നും മോചിതരാകുന്നതാണ്. ഇങ്ങനെ വിമർശിക്കുന്നവർ അല്പമാണെങ്കിലും എപ്പോഴും ഉണ്ടാകും. അവർ തങ്ങളെ ബുദ്ധികേന്ദ്രമായി മനസ്സിലാക്കുന്നു. അങ്ങുമിങ്ങും ഇരുന്ന് അവർ പിറുപിറുക്കാൻ തുടങ്ങും. ഖലീഫ ദൈവമൊന്നുമല്ലല്ലോ, സാധാരണക്കാരൻ തെറ്റുപറ്റുന്നത് പോലെ അദ്ദേഹത്തിനും തെറ്റുപറ്റിക്കൂടെ? ശരിയാണെങ്കിലും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഇതിന് ഉചിതമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഖിലാഫത്ത് സത്യമാണെങ്കിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി നൽകിയ ഈ മറുപടി എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തേക്കും ഉള്ളതാണ്. ഖിലാഫത്ത് എന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു വരദാനമാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ ഈ മറുപടി സത്യമായി പുലരും. അള്ളാഹു പറയുന്നു, ഖലീഫമാർ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ തീരുമാനമെടുക്കുന്നത് നാം അവ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യുന്നതാണ്. അവൻ പറയുന്നു, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും. ഖലീഫമാർ ലോകത്ത് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ദീനും തത്വങ്ങളും അത് നാം ലോകത്ത് സ്ഥാപിക്കുക തന്നെ ചെയ്യുമെന്ന് എന്റെ അസ്തിത്വത്തിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ജമാഅത്തിന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. പണ്ഡിതർ, മുറബിമാർ ഇക്കാര്യം അവരുടെ ഹൃദയത്തിലും ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാവരുടെ ഹൃദയത്തിലും ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്തുകളും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും ലോകരുടെ മുമ്പാകെ പ്രകടമാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ജീവനുള്ള അടയാളങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയേണ്ടതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാലത്തിന്റെ ഖലീഫയെ ഏതവസ്ഥയിലും അനുസരിക്കേണ്ടതാണ്. നിസാമിനെ അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിന്റെ എല്ലാ പ്രാധാന്യം ഓരോരുത്തർക്കും വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ്. ഇത് നടന്നാൽ ഹൃദയത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ നാം ചെയ്യുമ്പോൾ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഓരോ ഫിത്നയും സ്വയം നശിക്കുന്നതുമായിരിക്കും. ജമാഅത്തിൽ എല്ലാ തലത്തിലും കർമ്മ സംസ്കരണം കാണാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന്റെ വലിയ ഉദ്ദേശവും ഇതാണ്. ഓർക്കുക, നമുക്ക് ഖത്മുൻ നുബുവത്ത്, ഈസാ നബിയുടെ മരണം എന്നീ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് എതിരാളികൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. കർമ്മവും ദൈവിക ജ്ഞാനവും ജമാഅത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഠിന പ്രയത്നം അനിവാര്യമാണ്. അതിനാൽ പുറമേയുള്ള പ്രവർത്തനത്തിനായി എന്തുമാത്രം ശക്തിയാണോ നാം ചെലുത്തുന്നത് അതുപോലെയുള്ള ശക്തി, മറിച്ച് അതിനേക്കാളും കൂടുതൽ ശക്തി അകത്തുള്ള പ്രവർത്തനത്തിനായി വിനിയോഗിക്കേണ്ടതാണ്.
ज्यादा ഇவ்வித തബ്ലീഗിനേക്കാളും കൂടുതൽ നമ്മുടെ ആത്മീയ വിശുദ്ധിയും इंशाअल्लाह ताला കർമ്മ സംസ്കരണവും ഇൻഷാ അല്ലാഹ് തആല കൂടുതൽ तबलीग के വിപ്ലവം കൊണ്ടുവരാൻ കാരണമായി തീരുന്നതാണ്. इरशाद यकीन बड़ा अहम है कि अगर वो यानी उलमा और ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ നിർദ്ദേശം വളരെ സുപ്രധാനമർഹിക്കുന്നതാണ്. अल्लाह ताला की ഉലമാക്കളും മുറബ്ബിമാരും करोड़ों करोड़ लोग ഹൃദയത്തെ സംസ്കരിക്കുകയാണെങ്കിൽ, ജനഹൃദയങ്ങളിൽ ഇർഫാനും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ അഹ്മദിയത്തിൽ പ്രവേശിക്കുന്നതാണ്. അള്ളാഹു സ്വയം പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ तो एक एक दो ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. लेकिन अगर तुम തബ്ലീഗ് മുഖേന നിന്റെ മതത്തിന്റെ പ്രചാരണം നീ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേരാണ് നിങ്ങളിലേക്ക് വരിക. എന്നാൽ നിങ്ങൾ ഇസ്തിഗ്ഫാറും തസ്ബീഹും ചെയ്യുകയാണെങ്കിൽ, തങ്ങളുടെ ജമാഅത്തിൽ നിന്നും തിന്മകൾ അകറ്റുകയും ചെയ്യുകയാണെങ്കിൽ കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇതിൽ പ്രവേശിക്കുന്നതാണ്, നിങ്ങളിൽ അവർ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ मुझे लिखते हैं कि हम गैरों के छक्के छुड़ाने ഞങ്ങൾ थे। इस छक्के छुड़ाने से वो मकसद हासिल नहीं होगा जो अपनी अमली അന്യരെ പമ്പ കടത്താറുണ്ടെന്ന് പറയുകയും എനിക്ക് എഴുതുകയും ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചെയ്തതുകൊണ്ട് വിജയം കൈവരില്ല. കർമ്മ സംസ്കരണത്തിലൂടെയാണ് വിജയം ഉണ്ടാവുക. അതുകൊണ്ട് കർമ്മ സംസ്കരണത്തിലേക്ക് ശ്രദ്ധിക്കുക. ഖിലാഫത്തിന്റെ നായിബുമാരാകാൻ പരിശ്രമിക്കുക. ഖിലാഫത്തിന്റെ സഹായികളായി തീരുക. വർഷങ്ങളോളം തർക്കവിതർക്കങ്ങളിൽ കഴിച്ചുകൂട്ടാൻ നമുക്ക് കഴിയില്ല. कुछ और तरीके इख्तियार करने നമുക്ക് ജമാഅത്തിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ जैसे कि തീർച്ചയായും നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. करने की जरूरत है। അത് നമ്മുടെ अपने കർമ്മപരമായ സംസ്കരണമാണ്. मयार അതിനാൽ നമുക്ക് നമ്മുടെ കർമ്മരംഗം ശരിയാക്കേണ്ടിയിരിക്കുന്നു. വിശ്വസ്തതയുടെയും സത്യസന്ധതയുടെയും നിലവാരം ഉയർത്തേണ്ടിയിരിക്കുന്നു. काउंसिल को धोखा दे അനുവദനീയമായ मयार को വരുമാന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. हासिल करने അല്പം പണം ലാഭിക്കാൻ കൗൺസിലിനെ വഞ്ചിച്ചുകൊണ്ട് തന്റെ സത്യത്തിന്റെ നിലവാരത്തെ കുരുതി കൊടുക്കരുത്. किए जाएं। അങ്ങനെ ബാങ്ക് ബെനിഫിറ്റ് കരസ്ഥമാക്കരുത്. അല്പം പണം ലഭിക്കാനായി കള്ളക്കേസുകൾ കൊടുക്കരുത്. दयानतदारी से നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും കഠിനാധ്വാനത്തോടും പരിശ്രമത്തോടും दुनिया के मैदान पे സസന്തോഷം വിശ്വസ്തയോടെ ചെയ്തു തീർക്കേണ്ടതാണ്. फजल है। ഇത് ആയിക്കഴിഞ്ഞാൽ गैरों पर ദീനിനൊപ്പം ദുന്യാവിയായ മൈതാനവും നമുക്ക് തുറക്കപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. बाद मामूली दुनिया അന്യർക്ക് പൊതുവിൽ ജമാഅത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. करने वाले बने എന്നാൽ നാം ഭൗതികമായ തുച്ഛലാഭത്തിനു വേണ്ടി നമ്മുടെ വിശ്വസ്തതയുടെയും സത്യസന്ധതയുടെയും നിലവാരത്തെ അവഗണിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനം ചെയ്യുന്ന ഓരോരുത്തരും തന്നെ ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കുന്നവരായിത്തീരുന്നതാണ്. അതിനാൽ മുറബിമാർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഓരോ ജമാഅത്തംഗവും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവരിൽ ഒരു ആത്മസംസ്കരണം വരുത്താൻ ശ്രമിക്കേണ്ടതാണ്. അതിനുള്ള ഏറ്റവും വലിയ ആയുധം ദുആയാണ്. सही फायदा उठाने के लिए അത് എപ്പോഴും നാം മുമ്പിൽ വെക്കേണ്ടതാണ്. कि ईमान में तरक्की करो। ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും അതിൽ നിന്ന് ശരിയാവണ്ണം പ്രയോജനമെടുക്കുന്നതിനും വേണ്ടി लाया अमल दिया है। അള്ളാഹു പറഞ്ഞ ഇക്കാര്യം കൂടി മുമ്പിൽ വെക്കുക. ഈമാനിൽ മുന്നേറുക. साथ साथ चलेंगे ഏതെല്ലാം സൽപ്രവർത്തികൾ ചെയ്യാനാണോ ഞാൻ നിങ്ങൾക്ക് ലായ അമൽ നൽകിയിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ പ്രവർത്തനവും പ്രാർത്ഥനയും പ്രവർത്തനവും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണെങ്കിൽ യഥാർത്ഥ ഇസ്ലാഹ് നടപ്പിൽ വരുത്തുന്നതാണ്. ഇത് കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അവസാനമായി മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ ഓരോ യഥാർത്ഥ വിശ്വാസിയെയും അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. दुआओं की बहुत जरूरत है। ഇന്ന് മുസ്ലിം ഉമ്മത്തിന് हमारा फर्ज बनता തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ है दुआ करें। सीरिया के हालात പ്രിയ പ്രേമിയെ വിശ്വസിക്കുന്നവരുടെ ദ്വായുടെ ആവശ്യമാണുള്ളത്. അതുകൊണ്ട് അവർക്കായി ദ്വാ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സിറിയയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. സർക്കാരും അക്രമം അതിരൂക്ഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു.
സർക്കാർ വിരുദ്ധ പാർട്ടികളും അക്രമം ചെയ്യുന്നതിൽ അതിരുകടന്നിരിക്കുകയാണ്. ഇരുഭാഗത്തു നിന്നും അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെയും സ്ത്രീകളെയും പ്രായം ചെന്നവരെയും അക്രമത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പിടിച്ചുകൊണ്ടുപോയാൽ ആരെ ഇഷ്ടമുള്ളവരെ പിടിച്ചുകൊണ്ടുപോകുന്നു, എന്നിട്ട് പട്ടിണിക്കിടുന്നു, അവരെ പീഡിപ്പിക്കുന്നു. ചിലരുടെ ഫോട്ടോകൾ കാണിക്കുകയുണ്ടായി. അത് കാണുമ്പോൾ മനുഷ്യന്റെ രോമം എഴുന്നു നിൽക്കുന്നു. മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ഇത്രമാത്രം അക്രമം ചെയ്യുമോ? മാത്രമല്ല, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതിന് കുറിമാനമാക്കാൻ അന്യർക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 14-15 വയസ്സുള്ള കുട്ടികളുടെ ഇന്റർവ്യൂ കാണിക്കുകയുണ്ടായി. അവർക്ക് തങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിരുന്നു. ഏതോ കാരണത്താൽ അവരിൽ നിന്നും വേർപെട്ടു പോയതാണ്. ഭക്ഷണത്തിന് ഇവർക്കൊന്നും ലഭിക്കുന്നില്ല. അങ്ങുമിങ്ങും പോയി വല്ലതും തേടിപ്പിടിച്ച് കഴിക്കും. 12-13 വയസ്സുള്ള കുട്ടിയോട് ചോദ്യകർത്താവ് ചോദിച്ചു, നീ ഭാവിയിൽ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ക്രിമിനലായിത്തീരുന്നതാണ്, കൊള്ളക്കാരനും തീവ്രവാദിയുമായി ഞാൻ മാറുന്നതാണ്. ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ ഇതല്ലാതെ ഞങ്ങൾ മറ്റെന്തായിത്തീരുകയാണ് വേണ്ടത്? തങ്ങളുടെ കസേര നിലനിർത്താൻ സർക്കാരും കസേര കരസ്ഥമാക്കാൻ പ്രതിപക്ഷവും തങ്ങളുടെ തലമുറയെയാണ് നശിപ്പിക്കുന്നത്. ഈ അക്രമികളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. അക്രമികളുടെ പിടിയിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കട്ടെ. നീതിപൂർണം ഭരണം നടത്തുന്ന ഭരണാധികാരികളെ അവർക്ക് ലഭിക്കട്ടെ. പാകിസ്ഥാനിലും അക്രമം അതിർവരമ്പുകളെല്ലാം അതിലംഘിച്ചിരിക്കുകയാണ്. അഹമ്മദികൾ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നു. പൊതു പാകിസ്ഥാനിയും അക്രമത്തിന്റെ ചക്കിലിട്ട് ആട്ടപ്പെടുകയാണ്. ഈ അവസ്ഥ വഷളായിക്കൊണ്ടേ പോകും എന്നാണ് ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ തീവ്രവാദ സംഘത്തെ ഉണ്ടാക്കിയത് തന്നെ സർക്കാരാണ്. അതിനാൽ അവരെ ഇവർക്ക് നിയന്ത്രിക്കാനും പ്രയാസമാണ്. അതുകൊണ്ട് ഈ അക്രമികളെ നശിപ്പിക്കാൻ ദുആ മാത്രമേ വഴിയുള്ളൂ. വളരെ കൂടുതൽ ദുആ ചെയ്യുക. പാകിസ്ഥാനിൽ നിന്നും ഈ അക്രമികളെ അള്ളാഹു തൂത്തെറിയുമാറാകട്ടെ. ഇതേപോലെ മിസ്ർ, ലിബിയ പോലെയുള്ള മറ്റ് മുസ്ലിം നാടുകളുടെയും അവസ്ഥ എല്ലായിടത്തും മോശമാണ്. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകട്ടെ. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഇവരുടെ പരിശ്രമത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ആക്രമിക്കുന്നവരെ അള്ളാഹു നശിപ്പിക്കട്ടെ. ഇവിടങ്ങളിൽ താമസിക്കുന്ന എല്ലാ അഹമ്മദികളെയും അള്ളാഹു സംരക്ഷിക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم